ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നാളെ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആസ് എ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൈൻഡ് ഓഫ് റിക്വസ്റ്റ് പോലെയാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ സീസൺ 7 ഇനിയിപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ സീസണുകളിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ആസ് എ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ ബിഗ് ബോസ് ടീം കാണിക്കുന്ന ഔട്ട് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതായത് അവർക്ക് എന്താണോ കോൺട്രവേഴ്സി ആയിട്ട് തോന്നുന്നത് ആ കാര്യങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവർ ഔട്ട് കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. കാരണം ഈ കണ്ടസ്റ്റൻസിനും നന്നായിട്ട് അറിയാം അതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ്, അവിടെ പോകുന്നത് ഗെയിം കളിക്കാനാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ അവരുടെ സോറി അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നതാണ്. അപ്പോൾ അവിടെ പോകുന്ന ആൾക്കാർക്കും അറിയാം ഇതൊരു റിയാലിറ്റി ഷോയാണ്, ഗെയിം കളിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ, അതായത് കൂടുതലും ഓഡിയൻസിന് വേണ്ടത് നെഗറ്റിവിറ്റിയാണ്. ഇതൊരു പച്ചയായ സത്യം തന്നെയാണ്. നെഗറ്റിവിറ്റി കാണുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അത് ഓക്കെ ഇത് കണ്ടിരിക്കും, അതിനെ കുറ്റം പറയും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനത്തെ ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൾസ് അറിയാവുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതറിയാണ്ട് പോയിട്ട് അതായത് ഓക്കെ ഓഡിയൻസിന് ഇങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഗെയിം കളിക്കണം അങ്ങനെ ഗെയിം കളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നവരാണ് കൂടുതൽ. ഇതൊന്നും പ്ലാൻ ചെയ്യാണ്ട് അറിയാണ്ട് പോകുന്ന ആൾക്കാരും ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം അവരറിയുന്നുണ്ടാവില്ല വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. നിങ്ങൾ കഴിഞ്ഞ സീസണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീസണുകളിലും ഫേക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഫേക്ക് ഇൻ ദ സെൻസ് അതായത് അവർ ഭയങ്കര മോശമായിട്ടുള്ള എന്നുള്ളതല്ല പറയുന്നത്. ഫേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റിയൽ ക്യാരക്ടർ അതായിരിക്കില്ല. ഈ ഒരു ഷോന് വേണ്ടി ചിലപ്പോൾ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടോ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഷോയിൽ 100 ദിവസം നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്താലാണ് ഓഡിയൻസിന് ഇഷ്ടം, എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും, അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബോധമുള്ള ആൾക്കാരാണ്, കുറച്ചും കൂടി എന്താ പറയുക ഓക്കെ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷനാണ്. പക്ഷേ ഇപ്പോഴും പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളൊക്കെ കൊടുക്കാനും പ്ലാൻ ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ ബുള്ളിങ് അല്ലെങ്കിൽ എന്താ പറയുക ഒരാളെ പേഴ്സണലി ആ ഷോ റിലേറ്റ് ചെയ്തിട്ട് ബുള്ളി ചെയ്യപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ വെറുതെ അവിടെ ഇരുന്ന് ഇവള് അങ്ങനെ അല്ലെങ്കിൽ ഇയാളിങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ കമൻസും അല്ലെങ്കിൽ അവരെക്കുറിച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ട് അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു. ചിലപ്പോൾ ഔട്ട് കാണിക്കുന്ന, ഞാൻ ഇതിന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഔട്ട് അതായത് ബിഗ് ബോസ് ടീമുകാർ ഔട്ട് കാണിക്കുന്നത് വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും. അതായത് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ മാത്രമായിരിക്കും അവർ ഔട്ട് കൊടുക്കുക. പക്ഷേ അതിന് മുന്നേ നടന്നതും അതിന് ശേഷം അതായത് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് അവർ സോൾവ് ചെയ്തതും ഉണ്ടാവും. പക്ഷെ അത് അവർ ഔട്ട് കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയുന്നത് കൊണ്ട് അവർ ഔട്ട് കൊടുക്കില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇപ്പോൾ ഈ വ്ളോഗ് കാണുന്നവർ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും കാണുന്നവരുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴോ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ നെഗറ്റീവ് എടുത്ത് പറയണതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം. നെഗറ്റിവിറ്റി മാത്രം നല്ല കേട്ടോ. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ്, നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാർ. അവരുടെ ലൈഫേ ഷോക്കാണ്. ഓക്കെ, അവരുടെ ലൈഫ് തന്നെ ഭയങ്കര ഷോക്കായത് കാരണം അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കുന്നത് ഈ പറയുന്ന നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ ഈ കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ റീൽസൊക്കെ എടുത്ത് ഹൈപ്പ് കൊടുക്കുന്നവരും നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഇപ്പോൾ ത്രൂ ഔട്ട് എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയയിലാണ്. അപ്പം നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു നെഗറ്റിവിറ്റി മതി
അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ അവരുടെ ഇമോഷണലി അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇമോഷണലി അവരെ തകർക്കാനും നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു നെഗറ്റിവിറ്റി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഓക്കെ അപ്പോൾ അവരിങ്ങനെ ആയിരിക്കാം എന്ന ചിന്ത നിങ്ങൾ കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അത് എല്ലാവരും മാക്സിമം ഒഴിവാക്കണം എന്ന എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാനൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഞാനിതൊക്കെ അനുഭവിച്ചതാണ്. എന്നെ സംബന്ധിച്ച് പോസിറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്യുക, പോസിറ്റീവ്സ് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മളറിയാത്ത കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, നമ്മളുടെ ഇൻറ്റൻഷനിലില്ലാത്ത കാര്യങ്ങളെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് പ്രസൻറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതെല്ലാം പേഴ്സണലി നമുക്ക് ചെറിയ രീതിയിൽ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇമോഷണലി ഭയങ്കരമായിട്ട് ഉള്ളിലെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ അത് മെൻ്റലി ഭയങ്കര പ്രശ്നമായിരിക്കും. ഭയങ്കര ട്രോമയാണ് ബിഗ് ബോസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രോമയാണ്. കുറേ നല്ല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കുറേ എക്സ്പീരിയൻസുകൾ, മോശമായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് ട്രോമയായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു രീതിയിലും ഒരു കണ്ടസ്റ്റൻസിനെയും കുറിച്ച് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. അവർ വരുന്നത് ഗെയിം കളിക്കാനാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക. പുറത്തിറങ്ങിയിട്ടും അവർ ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവർ കാണിക്കുന്ന ഓരോ പ്രൊഫൈല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടാലും ഒരു റീൽ ഇട്ടാലും ആ ഫ്രണ്ടിൽ കാണുന്ന അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല ബിഹൈൻഡ് ലൈക്ക് ക്യാമറയുടെ പിന്നിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്റ്റോറീസ് ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെ സിറ്റുവേഷൻസും ഡിഫറെൻ്റ് ആണ്. ഒട്ടുമിക്ക ആൾക്കാരും ബിഗ് ബോസിൽ പോകുന്നത് ഫെയിം ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേര് മേ ബി ഫണ്ട് നല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരുണ്ടാവാം. അപ്പോൾ ഓരോരുത്തരുടെ ഇൻറ്റൻഷൻസ് വേറെ വേറെയാണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, നെഗറ്റിവിറ്റി നിങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ആരുടെയും ജീവിതം നിങ്ങൾ കാരണം ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പറയാം അപ്പോൾ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം നിനക്കൊക്കെ അങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഔട്ട് കൊടുക്കുന്നത് അനുസരിച്ചാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലൈവ് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ത്രൂ ഔട്ട് ലൈവ് കാണുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈവൻ ദോ ലൈവ് പോലും എന്താണ് എഡിറ്റഡ് ആണ്. ഓക്കെ, ഈ റൂമിലും അപ്പുറത്തെ റൂമിലും അറ്റ് എ ടൈം രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ റൂമിൽ ഇപ്പോൾ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് കണ്ടാൽ എന്തായിരിക്കും ഭയങ്കര ഔട്ട് വരുന്നത് അല്ലേ, കോൺട്രവേഴ്സി ആവുന്നത് അതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ റൂമിലിരിക്കുന്നതൊന്നും കാണിക്കണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഇനി വരാൻ പോകുന്ന സീസൺ നല്ലൊരു സീസൺ ആവട്ടെ. നല്ല പെർഫോമൻസ് എനിക്ക് തോന്നുന്നു പുതിയ പ്രൊമോ ഒക്കെ വരുന്നത് കണ്ടിട്ട് നല്ല രീതിയിലുള്ള ടാസ്കും കാര്യങ്ങളും നല്ല മെസ്സേജുകളൊക്കെ പാസ് ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. അതായത് അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നതല്ല ശരിക്കും ബിഗ് ബോസ്. പുറത്തിരുന്ന് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, സത്യം പറയാലോ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോപ്രായങ്ങളാണ് ഒട്ടുമിക്ക ആൾക്കാരും. അപ്പോൾ അതാണ് ശരിക്കും ഗെയിം, അവിടെയാണ് പുറത്താണ് ഗെയിം നടക്കുന്നത്. അപ്പോൾ റിക്വസ്റ്റാണ് മാക്സിമം നെഗറ്റിവിറ്റി നിങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. മാക്സിമം ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഒരാളുടെ റിയൽ ക്യാരക്ടേഴ്സ് എന്നാൽ പോലും റിയൽ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യമാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുക. നല്ല 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 സീസണായിട്ട് പോകട്ടെ ബിഗ് ബോസ് സീസൺ 7. അതുപോലെ തന്നെ നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം, എനിക്കതൊന്നും കുഴപ്പമില്ല. എനിക്ക് പറയാൻ ഉള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ കൺസേൺഡ് ആണ് ഇനി പോകുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.